സോഷ്യൽ മീഡിയ തുറന്നാൽ രണ്ട് മരവാണങ്ങളെ കൊണ്ട് സത്യം പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. നമുക്കിന്നൊരു കിടിലൻ ട്രോൾ വീഡിയോ കണ്ടാലോ? നമ്മുടെ അലൻ ജോസ് പെരേര ഇവന്മാരെ കൊണ്ട് സത്യം പറഞ്ഞ സോഷ്യൽ മീഡിയ തുറക്കാൻ വരാന്നുള്ള ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളും തെമ്മാടിത്തരങ്ങളും കണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ഓരോ വീഡിയോയുടെയും താഴെ പോയി നമ്മൾ നോക്കി കഴിഞ്ഞാൽ പച്ച തെറിയാണ് ഇതിൻ്റെയൊക്കെ താഴെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ അലൻ ജോസ് പെരേരയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. ഒരു കല്യാണ വീട്ടിൽ പോയിട്ട് അവിടുന്ന് അലൻ ജോസ് പെരേരയെ അടിച്ച് ഓടിച്ചെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ് കാണുന്നത്. എന്നാൽ ഇവൻ പല വീഡിയോയും സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത് നമുക്കറിയാം. കുറേ എന്താ പറയുക, ഈ കൂതറ പെണ്ണുങ്ങളും ഇവന്മാരുമായിട്ട് ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ സത്യത്തിൽ പലരും മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം അതുപോലത്തെ ശല്യങ്ങളാണ് ഈ അലൻ ജോസ് പെരേരയും മറ്റ് 2-3 മരവാണങ്ങളുണ്ട്. പക്ഷെ ഇവരിൽ നിന്നൊക്കെ വളരെ എന്താ പറയുക ഡിഫറൻ്റ് ആണ് കേട്ടോ. നമ്മുടെ ആറാട്ടണ്ണൻ എനിക്ക് തോന്നുന്നില്ല ഇത്രയും വലിയ ഒരു ദുരന്തമാണെന്നുള്ളത്. ഇതുപോലത്തെ 2-3 പിഴച്ചവന്മാർ മഹാദുരന്തം എന്ന് പറഞ്ഞാൽ പോരാ, അൺസൈക്കബിൾ എന്ന് വേണം പറയാൻ. നമുക്കെന്തായാലും നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട്, ഒന്ന് കണ്ടാലാ? ഇവിടെ മോല് കണ്ടോ? ഇതാ അലൻ ജോസ് പെരേര AJP ഇന്നലെ ഒരു വീഡിയോ പുറത്തു വരികയാണ്. മലപ്പുറത്ത് കൊണ്ടോട്ടിയിൽ ഒരു കല്യാണ പരിപാടിയിലേക്ക് അലൻ ജോസ് പെരേരയെ വിളിച്ചു വരുത്തി അവിടെ നിന്ന് അടിച്ച് തച്ച് ഓടിച്ചു എന്ന് മലപ്പുറത്ത് നിന്ന്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഞാൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി. അലൻ ജോസ് പെരേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പും ഞാൻ പല റീലും കണ്ടിട്ടുണ്ട്. പല കല്യാണത്തിനും പല ഫംഗ്ഷനും ഇതുപോലെ ലാസ്റ്റ് ഒരു ഇറങ്ങിയ ഓട്ടം ഉണ്ട് അലൻ ജോസ് പെരേരയ്ക്ക്. നിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി എനിക്ക് അറിയണം. നീ എത്ര പെമ്പിളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, ബിനുചേട്ടന്റെ കളിയിൽ നിനക്ക് എത്ര പറ്റുണ്ട് മുഴുവൻ എനിക്ക് അറിയണം. നാറി കാറിക്ക് ഓടിക്കയറുന്ന ഒരു റീലിന്റെ കുറച്ച് പോർഷൻ ഞാൻ അവിടെ വെക്കുന്നത്. അപ്പോൾ അലൻ ജോസ് പെരേരയ്ക്ക് ഒരു പ്രോഗ്രാമിന്റെ ലാസ്റ്റ്, അലൻ ജോസ് പെരേര പോകുന്ന ഒരു പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ഇതേപോലുള്ളൊരു ഓട്ടം, അത് പാനിക്കായിട്ട് ഓടുന്നതാണോ? ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം, അതിനുശേഷം നമുക്ക് സംസാരിക്കാം. തൂക്കി സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്ന് പറയും. ആ ഒരു പെർട്ടിക്കുലർ റീൽ വീഡിയോ ഇത് ഭയങ്കര വൈറലായി. ആവശ്യമായ ഒരു ഫണ്ടിന് വേണ്ടിയിട്ടൊന്ന് ഉപദ്രവിക്കുന്നുള്ളത് എനിക്ക് ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല. ആൻഡ് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ ടീം എന്നെ കോൺടാക്ട് ചെയ്തു. അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സായി ബ്രോ അവിടെ ആരും അലൻ ജോസ് പെരേര തല്ലിയിട്ടില്ല. ഞാനിവിടെ സൈഡിലൊരു വീഡിയോ വെക്കാം. അവൻ തന്നെയാണ് അവൻ്റെ ഷർട്ടിൻ്റെ കുടുക്കൊക്കെ തുറക്കുന്നത് ഓടുന്ന വഴിക്ക്, അല്ലാതെ ഇവരാരും വലിച്ചു കീറിയതൊന്നുമല്ല. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. പോയി ഞങ്ങൾ പണിയെടുക്കാൻ റെഡിയാണ്, ഇതേപോലെ പ്രോഗ്രാമിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെയാണ് ഇതിന് അഡ്വർടൈസ്മെന്റ് ഇടുന്നത്. ഇപ്പോൾ അലൻ ജോസ് ആണ്. അപ്പോൾ ബർത്ത്ഡേ വിഷസ്, കല്യാണ വിഷസ്, മാരേജ് എൻക്വയറീസ്, വിഷസും പ്രൊമോഷനും ഒക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോ ഇവ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം പറഞ്ഞ അതേ പോയിന്റാ പറയുന്നത്. ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് അലൻ ജോസ് പെരേരയ്ക്ക് തോന്നി വാങ്ങിയ കാശിനേക്കാൾ കൂടുതൽ അവിടെ പണിയെടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഓക്കെ, ഈ ഇറങ്ങി ഓടുക എന്നുള്ളത് സ്ഥിരം നമ്പറാണ്. അവൻ ഇറങ്ങി ഓടും, ഫോട്ടോ വീഡിയോ ഡാൻസ് ഒക്കെ കളിപ്പിക്കുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഈ പണിക്ക് പോകാൻ നിൽക്കരുത്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. സത്യത്തിൽ ഈ LJP പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടാ. ഈ പരിപാടിക്ക് വിളിക്കുന്നവരില്ലേ, അവർ ഇവനെക്കാട്ടി തരം താഴ്ന്നവരാ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മരക്കഴുതയൊക്കെ ഇതുപോലത്തെ പ്രോഗ്രാമിന് ആരെങ്കിലും വിളിക്കാറുണ്ടോ? അവൻ എന്ത് കാണിച്ചാലും ആളുകൾ ചിരിക്കുമെന്നാണ് ഇവന്റെ ഒരു വിചാരം. സത്യം പറയാം, കേരളത്തിലെ ജനങ്ങൾ ഇവന്മാരെ കൊണ്ട് പൊറുതിമുട്ടിരിക്കുക. പല സ്ഥലത്തും പോയി തലമണ്ടൊക്കെ അടിയും മേടിച്ചുകൊണ്ട് പോകാറാണ് ഇവന്മാർ പതിവ്. ഇപ്പം ഇവന്മാർ ഈ ഓരോ റീൽസ് എടുക്കുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളിൽ ചെല്ലും, ഇവനും കുറച്ച് പെണ്ണുങ്ങളും ഒക്കെ കാണും. അവിടെ ചെന്നിട്ട് ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുമ്പോൾ നാട്ടുകാരെടുത്തിട്ട് കടവിറങ്ങി വിടുന്നുണ്ട് ഇവന്മാരാ. അതുകൊണ്ട് ഈ LJP എന്ന് പറയുന്ന ഇവനെയോ പെരേരയോ അല്ലെങ്കിൽ മറ്റേ വേറെ എന്തോ 2-3 മരവാണങ്ങളുണ്ടല്ലോ, ഇവന്മാരെയൊക്കെ വിളിക്കുന്നവരെ നിങ്ങളെ വേണം കേട്ടോ. സത്യം പറയാൻ ഇവരെക്കാട്ടി തരം താന്നു പോകുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ തന്നെയാണ്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ടവരെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.